അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് മാവേലി തമ്പുരാൻ എത്തിയിരിക്കുന്നത് എവിടെയെന്നറിയോ? ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമിൽ തന്നെയാണ് മാവേലി തമ്പുരാൻ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളെവരെയും അവിടേക്ക് സ്വാഗതം ഇരിക്കുകയാണ്. ഇത്രയും വലിയൊരു ഗോൾഡൻ്റെ ഷോറൂമിൽ എത്തിയല്ലോ. ആലത്തപ്പിന് ഒരുപാട് സന്തോഷം. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ട്. എന്താണ് പർച്ചേസിൻ്റെ ഒക്കെ തിരക്കിലാണെന്ന് തോന്നണോ? ഓണായിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ? ഓണൊക്കെ അടിച്ചു പൊളിക്കുകയാണോ? ഓണൊക്കെ നന്നായി പോണു, നന്നായി അടിച്ചു പൊളിക്കുന്നുണ്ട്. ഓ, സന്തോഷം. എങ്ങനെയുണ്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ? അടിപൊളി, സൂപ്പർ. എന്താണ്? സൂപ്പർ. സൂപ്പറാണ്. ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ? ആണോ? ഇവിടെ നിന്ന് മാത്രം എടുക്കാറുള്ളൂ. കേമായിരിക്കുന്നു. ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാവേലി തമ്പുരാൻ പാതാളത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു. അത് കേട്ടിട്ടാണ് നാം ഇവിടേക്ക് വന്നത്. എങ്ങനെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസും സെലക്ഷൻസും ഒക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല സെലക്ഷനാണ്. മോൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. അപ്പം നമ്മളെ പേര് പറഞ്ഞില്ല, ഒന്ന് പരിചയപ്പെട്ടില്ല. പേര് പറ. എൻ്റെ പേര് സുഷമ, അഞ്ചേരിയിൽ നിന്ന് വരുന്നു. അവളുടെ പേര് പറ. ദേവ്ന. ഇവിടെ ഹേമലത. സന്തോഷമായിരിക്കുന്നു. മാവേലി തമ്പുരാനെ കണ്ടതിൽ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫൺ വിത്ത് മാവേലി കാണാറുണ്ടോ നിങ്ങള്? സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങൾ. എന്താണ് അഭിപ്രായം മാവേലിനെ പറ്റി? സൂപ്പർ സൂപ്പർ. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആൾക്കാരാണ് അതിൻ്റെ മെയിൻ സ്പോൺസർമാർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അറിയാലോ അവരെ കുറിച്ചിട്ടൊക്കെ. കസ്റ്റമേഴ്സിനോടും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അതാണല്ലോ. അങ്ങനെയാണല്ലോ. നല്ല നല്ല പെരുമാറ്റം. വല്ല പരാതികളുണ്ട് ചെയ്യാൻ മാവേലി തമ്പുരാനോട് പറയട്ടോ, നാം ശരിയാക്കും. ഇല്ല, ഒരു പരാതിയില്ല. കേമായിരിക്കണു. സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞാൽ നമ്മുടെ ഫൺ വിത്ത് മാവേലിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉറക്കെ പറ. ഹാപ്പി ഓണം. സന്തോഷമായിരിക്കണു. മാവേലിക്ക് സന്തോഷമായിരിക്കണു. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഉഷാറാവട്ടെ. ഓണം അങ്ങോട്ട് പൊളിച്ചടക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കാണ്. കാരണം ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കണ്. എങ്ങനെ തിരക്കില്ലാതിരിക്കും? എന്തായാലും മാവേലി തമ്പുരാന് സന്തോഷമായി. ഇത്രയിടം വന്നിട്ട് ഒരുപാട് നല്ല നല്ല മുഖങ്ങളും. അത് പറഞ്ഞപ്പോൾ അതേ രണ്ട് സുന്ദരി കുട്ടികളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? നല്ല രീതിക്ക് പോണു. ഓളെ എങ്ങനെ പോകുന്നു? നല്ല രീതിക്ക് പോകുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെട്ടില്ല. പേര് പറ. ഗൗരി ലക്ഷ്മി. മോളുടെ പേരെന്താണ്? ഹന്ന. 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 എന്ത് ചെയ്യുന്നോ? ഞാൻ ബിടെക് കഴിഞ്ഞു, വർക്കിംഗ് ആയിരുന്നു, റിസൈൻ ചെയ്തു. ഇയാളെന്ത് ചെയ്യുന്നോ? ഞാനും അതേപോലെ തന്നെ ബിടെക് കഴിഞ്ഞു, റിസൈൻ ചെയ്തു. എന്തായാലും സന്തോഷമായി. നല്ല രണ്ട് മിടുക്കി കുട്ടികളെ കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഇവരുടെ ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. നല്ല രീതിക്കാണ് ഉള്ളത്, ഗംഭീരമായിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണോ? കേമായിരിക്കണോ? അപ്പം നിങ്ങളുടെ ഫാഷനും ട്രെൻഡിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരുപാട് ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ലേ? പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെ മാവേലിയോട് വല്ല ആഗ്രഹം പറയണമെന്നുണ്ടോ? മാവേലി ഒന്ന് ഇന്നസെന്റിന്റെ സൗണ്ടിലൊന്ന് പറയാൻ പറ്റും? എന്താ മാവേലി കേട്ടില്ല, ഒന്ന് ഉറക്കെ പറ. ഒന്ന് ഇന്നസെന്റിന്റെ സൗണ്ടിൽ സംസാരിക്കുമോ? എന്താ അത്? പ്രജകൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ നാം ചെയ്യാതിരിക്കുക? ഒരു കാര്യം ചെയ്യാം, നാം ഒന്ന് സംസാരിച്ച് നോക്കാം. ഒന്നാവുകയാണെന്ന് വെച്ചാൽ നല്ല പ്രോത്സാഹനം തന്നെ കേട്ടോ. നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിഷമൊന്നുമില്ല, എന്നാലും വേണ്ടില്ല, ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് നമ്മുടെ ഇന്നസെൻ്റ് ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഇന്നസെൻ്റ് സാറ് വരികയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും സംസാരിക്കാൻ നോക്കിയാലോ? എൻ്റെ അമ്മേ
ഞാനെത്തി. എല്ലാ വർഷവും മാവേലി ആയിട്ട് വരുന്നത് ഞാനല്ലേ, പിന്നെന്തേ നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത? എല്ലാവരും ഒന്ന് ചിരിച്ച്. എന്തായാലും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ എങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കും? എന്തേ, സന്തോഷമായോ? ഹാപ്പി ഓണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സന്തോഷമായിരിക്കുന്നു മാവേലിക്ക്. ഹാപ്പി ഓണം. അപ്പൊ വീണ്ടും കാണാം. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരെയാണ്. മാവേലി അങ്ങനെ വെറുതെ പോകുമെന്ന് വിചാരിച്ചോ? വെറുതെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശമില്ല. നിങ്ങൾക്കൊക്കെ നല്ല സമ്മാനം തന്നിട്ട് ഈ മാവേലി പോകുന്നുള്ളൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു ഓണക്കോടിയാണ്. സന്തോഷമായോ? ഈ സ്വർണത്തിനിടയ്ക്ക് ഓണക്കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? സന്തോഷമായോ? ഉറക്കപ്പറ സന്തോഷമായി എന്ന് കേൾക്കട്ടെ. സന്തോഷായി. സന്തോഷായി. അപ്പൊ ഒരു ഹാപ്പി ഓണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാ. ഹാപ്പി ഓണം. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകൃതിയായിട്ട് കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സങ്ങോട്ട് സന്തോഷിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ ഇവർ തിരക്കിലാണെന്നറിയാം, എന്നാലും കുറച്ച് സമയം. നമസ്കാരമുണ്ട്. നമസ്കാരം. സന്തോഷമായിരിക്കണു. പേരങ്ങോട്ട് പറയാ. ലിസി. അവിടെ പേര് പറ. ജിൻസി. സന്തോഷം. എവിടെയാണ് സ്ഥലം? കേച്ചേരി. പുന്നമ്പറമ്പ്. അപ്പൊ എങ്ങനെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണോ? ഓ, അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ പ്രാവശ്യത്തെ ഇഷ്ടപ്പെട്ടോ? നന്നായി ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ഓഫർ ഉണ്ട്. നല്ലതാ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്, പക്ഷെ മാവേലിയുടെ പേര് പറഞ്ഞ് ഇനിയും ഡിസ്കൗണ്ട് കിട്ടുട്ടോ. അങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ. കാരണം വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളുക. അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടെയുള്ളവരോടും പറയുക ഇവിടെയൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ. കാരണം സെപ്റ്റംബർ 10 വരെയാണ് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറയില്ലേ? എന്തായാലും പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മാവേലി ചെറിയ സമ്മാനങ്ങളൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു കാര്യം പറയാം. അത് ഏറ്റു പറയുകയാണെങ്കിൽ മാവേലി സമ്മാനം തരുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഡിസ്കൗണ്ടൊക്കെ ഓക്കെ, പക്ഷേ മാവേലി സമ്മാനം തരണം വെച്ചെങ്കിൽ ഞാൻ മാവേലി പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയണം. പറയുമോ? പറയാം. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പറയുന്നത് ഒരു 5 വട്ടം അടുപ്പിച്ച് സ്പീഡിൽ പറയണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ മാവേലി പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. വിക്രമന്റെ വൃക്ക. അതൊരു 5 വട്ടം നിർത്താതെ അങ്ങോട്ട് പറയാം. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വൃക്ക. ഇവിടെ പറഞ്ഞോളൂ. വിക്രമന്റെ വൃക്ക. എന്തായാലും കേമായിട്ടുണ്ട് കേട്ടോ. വളരെ രസമായിട്ട് പറഞ്ഞങ്ങോട്ട് തീർത്തു. സമ്മാനം വേണ്ടേ? അതോ അനുഗ്രഹം മാത്രം മതിയോ? അനുഗ്രഹവും സമ്മാനം വേണം അല്ലേ? രണ്ടും വേണം. കേമന്മാര് കേമത്തികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സമ്മാനം നൽകാം. അപ്പോൾ എങ്ങനെ ഫൺ വിത്ത് മാവേലി കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പോൾ സമ്മാനം തരാം. ഓക്കെ ചേട്ടാ, സമ്മാനം അങ്ങോട്ട് കൊടുക്കല്ലേ? അപ്പോൾ അതങ്ങോട്ട് പിടിച്ചോളുക. എണീറ്റ് നിന്നിട്ട് അങ്ങോട്ട് വാങ്ങിക്കോളുക. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു അടിപൊളി ഒരു ഓണക്കോടിയാണ്. ഈ സ്വർണ്ണം മാത്രമല്ല, ഓണക്കോടി കൊടുക്കാം. ഓക്കെ അല്ലേ? താങ്ക് യു. മാവേലിക്ക് സന്തോഷമായിരിക്കുന്നു. ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ആയിരിക്കുന്നു മാവേലിയും. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ നമ്മുടെ മറ്റൊരു കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ആരൊക്കെ ഇത് ഇരിക്കുന്നത്? കേമനാണല്ലോ. എന്താ പേരെന്താ? വയ്യ ആൾക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കൊണ്ടുവരുമെന്ന് തോന്നുന്നു. എന്താ എത്രയല്ലേ പഠിക്കുകയാണോ? സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? നഴ്സറിയിലോ? എവിടെയാ പോകുന്ന? പോണ്ടാന്ന്. ഇപ്പൊ തന്നെ ആള് തീരുമാനം എടുത്തിരിക്കുന്നു പോണ്ടാന്ന്. എന്താണ് അച്ഛന്റെ പേരെന്താ? ചേട്ടന്റെ പേര് പറ. ഹിബിൻ. എന്ത് ചെയ്യുന്നോ? ഞാൻ ഖത്തറിലാണ്. അപ്പോൾ നാട്ടില് സ്വർണം പർച്ചേസ് ചെയ്യാനായിട്ട് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വന്നാണ് അല്ലേ? അതെ. എല്ലാ വർഷവും നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ടോ? നമ്മുടെ കല്യാണ പർച്ചേസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കല്യാണ പർച്ചേസ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു കളക്ഷൻസ് ഒക്കെ? അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഉറക്കെ പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ പേര് പറ. അശ്വതി.
എന്തായാലും സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുകൾ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അവർക്കൊക്കെ ഒരുപാട് നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനെ ഇവർ ഡീൽ ചെയ്യുന്നത്. നല്ല സന്തോഷമായിരിക്കണം. അപ്പോൾ സമ്മാനം വേണ്ട നിങ്ങൾക്ക്? ഒരു പാട്ട് പാടാൻ വെച്ചാൽ ഒരു സമ്മാനം അങ്ങോട്ട് തരാമായിരുന്നോ? മോനെ ഒരു പാട്ട് പാടിയേ, ഒന്ന് കേൾക്കട്ടെ മാമൻ. Papa, eat is so. Oh, Papa, and the eyes. Oh, Papa. ഭാവിയിലെ ഗായകനാട്ടോ. കാരണം ആൾക്ക് പാട്ട് പാടുന്നുണ്ട്. പക്ഷെ ഈ വേഷമൊക്കെ കണ്ടപ്പോഴേ ആള് പേടിച്ചിരിക്കുന്നു. പേടിക്കണ്ട, പണ്ടത്തെ രാജാവാണ്, മഹാബലി തമ്പുരാനാണ് കേട്ടോ. എന്തായാലും സന്തോഷം. ആൾക്ക് ചെറിയൊരു പനിയാ, അതുകൊണ്ട് പനിയൊക്കെ പെട്ടെന്ന് മാറും. മഹാബലി തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ സമ്മാനം വേണ്ടേ മോനെ? സമ്മാനം വേണോ? അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു ഓണക്കോടിയാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. പിടിക്കുക, എല്ലാവരും കൂടി ചേർന്നാണ്ട് പിടിച്ചോളുക. അപ്പോൾ സ്വർണം മാത്രമല്ല, ഇപ്പോൾ ഓണക്കോടി ഇവിടുന്ന് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെ, ഹാപ്പി ആയോ? ഉറക്കെ പറഞ്ഞോളൂ. ഹാപ്പിയാണ്. ഹാപ്പി അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുക്കുക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഡയമണ്ട് കളക്ഷനാണ്, വിയാക് ഡയമണ്ട് കളക്ഷൻസിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് ഡയമണ്ട്സിലെ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരിക, അതൊക്കെ കാണുക, അതൊക്കെ ഇവിടെ വന്ന് അതൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ എന്തായാലും മഹാബലി തമ്പുരാന് ഒരുപാട് സന്തോഷമായിരിക്കണോ ഈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്നപ്പോൾ. നമ്മുടെ പ്രജകളൊക്കെ, ഒരുവിധം പ്രജകളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റി. കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. എന്താ ഈ കാണുന്നത്, വെറൈറ്റി കളക്ഷൻസ് ആണല്ലോ. എന്തായാലും സന്തോഷമായിരിക്കണം. അപ്പോൾ എന്തായാലും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എല്ലാമായ നമ്മുടെ ലിയോസ് സാറിനെ നമുക്കൊന്ന് കണ്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. എങ്ങനെ, അപ്പോൾ വരിയല്ലേ? എന്തായാലും നമ്മുടെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എല്ലാമായ നമ്മുടെ ലിയോസ് സാറാണ് ഇരിക്കുന്നത്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. ആരത്? മാവേലിയാ? വരൂ മാവേലി, വരൂ, ഇരിക്കൂ. സന്തോഷം. മാവേലി വന്നാല് വളരെ സന്തോഷമുണ്ട് കേട്ടാ. നാമിനും സന്തോഷമായിരിക്കണോ. അപ്പോൾ സാറേ എന്തായാലും നാം കൂടെ വന്നപ്പോഴോ ഒരു വലിയൊരു കാഴ്ച കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും പോകുന്ന കസ്റ്റമേഴ്സും വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം. ഇതെന്താണ് ഈ എല്ലാ കസ്റ്റമേഴ്സിനും ഇങ്ങനെ ഹാപ്പി ആക്കാനുള്ളൊരു ഗുട്ടൻസ്? അത് നാമനൊന്ന് അങ്ങോട്ട് പറഞ്ഞു തരിക. ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകൾ എല്ലാവരും കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയാവുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്, നമ്മളൊരു സ്പെഷ്യൽ കൗണ്ടറിൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആ മേക്കിംഗ് ചാർജ് കസ്റ്റമേഴ്സിന് തീരുമാനിക്കാം. അത് വലിയൊരു ഓഫറാണ്. അതോടൊപ്പം തന്നെ 1% മേക്കിംഗ് ചാർജിലൊക്കെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 0% അഡ്വാൻസ് ബുക്കിംഗ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓഫറുകൾ ഈ ഓണക്കാലത്ത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട് മാവേലി. നാമിൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു ഓണസദ്യ കഴിച്ച പോലത്തെ ഒരു ഫീല്. അതപ്പോൾ എങ്ങനെയാണ്, എത്ര കാലം വരെ ഉണ്ട് ഓഫർ? അതുകൂടി അങ്ങോട്ട് പറയാം. അത് നമുക്ക് ഓഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് നമ്മളുടെ ഈ ഓഫറിൻ്റെ കാലാവധി. അപ്പോൾ മാവേലി അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ 10 കഴിഞ്ഞിട്ടേ മാവേലി പോകുന്നുള്ളൂ. മാവേലി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മാവേലി. അപ്പോൾ ഒരു കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. അതായത് മാവേലിയുടെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഫൺ വിത്ത് മാവേലി, അത് ഞാൻ കാണാറുണ്ട്. നല്ല അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ. സന്തോഷമായി. നാമിനും സന്തോഷമായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൺ വിത്ത് മാവേലിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ വക ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വ്യൂവേഴ്സും ആയിട്ടുള്ളതും നമുക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയും എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നാമിന് സന്തോഷമായിരിക്കണു. പിന്നെ സാറ് തിരക്കിലാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉഷാറാവട്ടെ. അപ്പോൾ മാവേലിയുടെ വേഗം ഒരു ഹാപ്പി ഓണം കാണാം. അപ്പോൾ ഓക്കെ. എന്തായാലും മാവേലി ക്ഷീണിതനായിട്ടോ
ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇത്രയും വലിയൊരു ഷോറൂമിൽ നടന്ന് മഹാബലി ക്ഷീണിതനായിരിക്കുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയുടെ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയുണ്ട. അപ്പം അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട. കാരണം മഹാബലി നിങ്ങളൊക്കെ കാണാനും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, മഹാബലി അവിടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഓക്കെ, വീണ്ടും കാണാം. ഹൈ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ ഇന്ന് നമ്മുടെ ആരൊക്കെയാണ് ഈ വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ. നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാരാണ് നാമനെ കാണാൻ എത്തിയിരിക്കുന്നത് അല്ലേ. എന്താ പേരൊന്ന് പറയാ? ലജിത, ശാന്തി, മഞ്ജുള. ഹൈ, എന്ത് ചെയ്യുന്നു? ഞങ്ങൾ കാറ്ററിംഗ് സർവീസ് സ്റ്റാഫുകളാണ്. ഓണാഘോഷം കഴിഞ്ഞിട്ട് വരികയാണോ അതോ ഇത് തന്നെയാണോ യൂണിഫോം? ഇത് ഓണാഘോഷത്തിൻ്റെ സർവീസ് ആയിരുന്നു കുറച്ച്. എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെ അടിച്ചു പൊളിക്കാനാണ് പരിപാടിയെ? എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണം. എവിടെയെങ്കിലും പോകാൻ നാട് കൂട്ടി പോകാനുള്ള പരിപാടിയാണോ? വല്ല ബീച്ചുകളിൽ എവിടെയെങ്കിലൊക്കെ ഇറങ്ങാൻ പോകണമല്ലോ. അടിച്ചു പൊളിക്കും. ചേച്ചി എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണോ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ച് അങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങും, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ള പായസം ഏതാ? പാലട. നാമൻ അതേട്ടോ. അപ്പൊ ആരാണ് മഹാബലിക്ക് പാട്ട് പാടി തരാൻ പോകുന്നത്? രണ്ടു വരി ഒന്ന് പാടുന്നതിന് എന്താ വല്ല വിരോധമുണ്ടോ? ഇന്ന് വേണ്ട, അത് പോട്ടെ, പാട്ടിൻ്റെ കാര്യം വിട്ടോളെ. അപ്പം നാം ഒരു കാര്യം പറയാതെ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഞാൻ പറയാം, ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒരളിയിൽ മുരളി കളരി പഠിച്ചു. ഒന്ന് സ്പീഡിൽ പറയാം, 5 വട്ടം പറയാം. 5 വട്ടം വേണ്ട, പറഞ്ഞോളൂ, ട്രൈ ചെയ്ത് നോക്കുക. മഹാബലി തമ്പുരാനല്ലേ പറഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്നോ? പറഞ്ഞോളൂ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. സിമ്പിളാണ്. ഒളരിയിൽ മുരളി കളരി പഠിച്ചു അല്ലേ? ഒളരിയിൽ മുരളി കളരി പഠിച്ചു. സ്പീഡ് 5 വട്ടം. റെഡി, 1 2 3 സ്റ്റാർ. പറഞ്ഞോളൂ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കരളി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഓക്കെ, എന്തായാലും സന്തോഷമായിരിക്കണു. സമ്മാനം വേണ്ടേ? മഹാബലി പറഞ്ഞത് ഏറ്റു പറഞ്ഞതല്ലേ, പിന്നെ സമ്മാനം തരാതെ പറ്റുമോ? സമ്മാനം വേണ്ടേ? ഈ ഫൺ വിത്ത് മാവേലി നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നവരുടെ സമ്മാനമാണ് കേട്ടോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അതിമനോഹരമായൊരു ഓണക്കോടിയാണ് സമ്മാനം. ഇത് തൃശ്ശൂർ പള്ളിക്കുളം റോട്ടിലാണുള്ളത്, അറിയാലോ അല്ലേ? അറിയാം. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കുക, ഒരുപാട് ഡിസ്കൗണ്ടുകളുണ്ട്. സെപ്റ്റംബർ 10 വരെയാണ് അവരുടെ ഡിസ്കൗണ്ടിൻ്റെ പൊട്ടിപ്പൂരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോവില്ലേ? പോവും. മാവേലിക്ക് വേണ്ടി പോവാ. മാവേലിയുടെ പേര് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഡിസ്കൗണ്ട് അവർ തരും. പോവില്ലേ? ഉറപ്പായിട്ട് പോവും. മതി. അപ്പോൾ അടുത്ത സമ്മാനം എങ്ങനെ ഇരിക്കുന്നു? TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസ കിറ്റാണ്. മനസ്സിലാവുണ്ടോ? പായസ കൂട്ടാണ് സമ്മാനം. ഇത് തൃപ്രയാറും അതുപോലെ തൃശ്ശൂർ MG റോഡിലാണ് ഉള്ളത്. ഇവിടെയും ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. മഹാബലി പറഞ്ഞിട്ടാണ് വരുന്നത് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടും. അവിടെയൊക്കെ ചെല്ലില്ലേ? പോവാം. പോണം. തീർന്നിട്ടില്ല, വേറെ അടുത്തൊരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെ, സന്തോഷമായോ? സന്തോഷമായി. ഒരു മധുരത്തിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? പിന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു മധുരത്തിനായിട്ട് ഫ്രഞ്ച് ഡയറി നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ. ഈ നമ്പറിലേക്കൊക്കെ ഉണ്ട് വിളിക്കുക. അപ്പോൾ ഗിഫ്റ്റ് കൊണ്ട് ഓടിയെത്തും ഫ്രഞ്ച് ഡയറിയുടെ ഐസ്ക്രീം. എങ്ങനെ, ഹാപ്പി ആയോ? ഈ ഓണത്തിന് ഒരു മധുരം, അതും ഐസ്ക്രീമിലൂടെ ഉള്ളൊരു മധുരം ആവാം. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ഓണം എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നേരെ ഒന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം. ഉറക്കെ പറയുന്നേ. ഹാപ്പി ഓണം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തേടിയിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് കൊച്ചു കുട്ടികളും അതുപോലെ തന്നെ നമ്മളെ സുന്ദരിമാരായ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫൺ വിത്ത് മാവേലി നമുക്ക് 2 സുന്ദരികളായ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് അടുത്ത് നിന്നോളുക. മാവേലി തമ്പുരാൻ ഇത്ര സുന്ദരികളായ കുട്ടികളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പേര് പറ. നൈവ.
റിയ ഉറക്ക പേര് പറ. എന്തോ തമാശ നിറഞ്ഞ പേരാട്ടോ, കേൾക്കാൻ നമുക്ക്. പറയാ, ചിരിക്കാൻ റെഡി ആയിട്ട്. മാവേലി റെഡിയാണ് ചിരിക്കാൻ. തമാശ നിറഞ്ഞ പേരെന്താന്ന് കേൾക്കാന്ന് പറ. പേര് പറയണേ ഇത്ര തമാശ. റിയ റിയ റിയ. അപ്പൊ എന്തായാലും സന്തോഷമായിരിക്കണോ പേര് പറഞ്ഞാല്? എന്തായാലും ഓണാഘോഷം കാര്യങ്ങളൊക്കെ എങ്ങനെ പോണോ? നന്നായിട്ട് പോകുന്നു. എന്താണ് ഓണത്തിന് എന്താണ് പരിപാടി? എന്താണ് പായസം ഏത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അടപ്രഥമൻ. ഏതാണ്? കിട്ടിയത് കഴിക്കും. എന്തായാലും വേണ്ടില്ല, പായസമായ മതിയില്ല, കിട്ടിയത് കഴിക്കും. ഓക്കെ. അപ്പം എന്തായാലും മാവേലി തമ്പുരാന് വേണ്ടിയിട്ട് 2 വരി പാട്ട് അല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കോ. ഈ മാവേലി ഇത് പ്രേക്ഷകർക്കൊന്ന് കാണട്ടെ, ഇങ്ങോട്ട് നിൽക്കുക. പറഞ്ഞോളൂ, ആരാണ് പാട്ട് പാടാൻ പോകുന്നത്? ഓരോരോ നല്ലൊരു പാട്ട് പാടിയ ഇതാ പോണു. എന്നൊരു കാര്യം ചെയ്യാം, മാവേലി പറയുന്നത് ഏറ്റു പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? മാവേലി പറയാം, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഇത് ഒരു 5 വട്ടം നിർത്താതെ പറയാം. റെഡ് ബൾബ് ബ്ലൂ ബൾബ് പറഞ്ഞോളൂ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ക്ഷമായിരിക്കണോ? റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. എന്തായാലും സമ്മാനം മേടിച്ച് പോകുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്ക് സമ്മാനം കൂടെ കൊടുക്കാം. നമ്മുടെ ഈ സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൺ വിത്ത് മാവേലി സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അറിയാലോ? അപ്പോൾ ഇത് ഇവരുടെ ഓണക്കോടിയാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടാ? സന്തോഷമായോ? അടുത്ത സമ്മാനം എന്ന് പറയുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു അടിപൊളി ഒരു പായസക്കൂട്ടാണ്. ഇത് തൃപ്രയാറും അതുപോലെ തൃശ്ശൂർ MG റോഡിലാണുള്ളത്. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഉറക്കെ പറയും ഹാപ്പി ആണെങ്കിൽ. അത്ര അങ്ങോട്ട് ഹാപ്പി ആയിട്ടില്ല തോന്നുന്നു. അപ്പോൾ മാവേലിയുടെ വക വേറൊരു സമ്മാനം കൂടി ഉണ്ട്. ഒരു 500 രൂപയുടെ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. പിടിക്കുക. എങ്ങനെ ഇരിക്കുന്നു? ഇനി ചെറിയൊരു മധുരം ആയാലോ അങ്ങോട്ട്? ഐസ്ക്രീം ഇഷ്ടമാണോ? ഇഷ്ടം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റൊക്കെ അവിടെ ഓടിയെത്തും, ഐസ്ക്രീമൊക്കെ ഓടിയെത്തും കേട്ടോ. അപ്പോൾ എങ്ങനെ ഹാപ്പി ആയെങ്കിൽ ഒരു ഹാപ്പി ഓണം നമ്മുടെ ഫൺ വിത്ത് മാവേലിയുടെ പ്രേക്ഷകർക്ക് ഒന്ന് കൊടുത്തേ. ഉറക്കെ പറ. താങ്ക് യു.